നമസ്കാരം. സിനിമ കണ്ടു. കണ്ടിട്ടുള്ള ആ തലവേദന ഇതുവരെ മാറിയിട്ടില്ല. ആ തലവേദനയോട് കൂടിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും. എന്തായാലും എന്തുകൊണ്ട് കേരളം കാണണം, ദ കേരള സ്റ്റോറി, ഇതാണ് ടൈറ്റില്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ടൈറ്റിൽ മാറ്റണം. ഞാൻ മുന്നോട്ട് വെക്കുന്ന ടൈറ്റിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഈ സിനിമ കാണണം എന്നുള്ളതാണ്. അതിനുള്ള കാരണം, ഉത്തരം അത് ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആര്? അത് പറയാൻ ഏറ്റവും അനുയോജ്യരായ ആളുകൾ, ആ ആളുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ. ആരാണത്? മുസ്ലിം ലീഗ്. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നാണല്ലോ അവർ വെക്കുന്നത്. മതേതര പാർട്ടി എന്ന് അവർ സ്വയം വിളിക്കുന്നുണ്ടെങ്കിലും ഏതായാലും അവര് ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഒരു വാചകം ഇവിടെ ഉപയോഗിച്ചു. അത് തന്നെയാണ് ഇതിന്റെ ഉത്തരവ്. അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് തന്നെ മുസ്ലിമിനെ കണ്ടാൽ വിദ്വേഷം തോന്നും ഈ സിനിമ കണ്ടാൽ എന്നാണ് ഒരു രീതിയിലാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയത്. ഇത് തന്നെയാണ് ഈ സിനിമ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കാണണം എന്ന് പറയുന്നതിന്റെ കാരണം. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, തന്റെ വലിപ്പം തനിക്ക് ആദ്യം അറിയണം, തല മറന്ന് എണ്ണ തേക്കരുത്, അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ പറയാറുണ്ട്. അതായത് ആദ്യം നമ്മളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം എന്നുള്ളത്. ആ ധാരണ തീരെ ഇല്ലാത്ത വ്യക്തികളാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ ഉണ്ടാകാൻ ഒരു തരത്തിലും സമൂഹത്തിലേക്ക് മുന്നോട്ട് വരാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതോ സംഘികൾ പറയുന്നതോ ഒന്നുമല്ല. ഇത് ഇവിടെ പണ്ട് അംബേദ്കർ തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വയം അപരവൽക്കരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ്. അവർക്ക് ഒരു പൊതുസമൂഹവുമായി ഇഴുകിച്ചേരാൻ, അവിടെ ആ സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള സാഹോദര്യമാണ്. അവരെപ്പോഴും അവരെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് ഇഴുകിച്ചേരാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു തത്വം അംബേദ്കർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയുള്ള കാലം ഇത്രയായിട്ടും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മളിവിടെ എക്സ് മുസ്ലിം എന്നുള്ള ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോ പല കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നു. ഇതൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് തലയിലേക്ക് കയറാറില്ല. എന്തിനേറെ ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ വക്താവ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗിന്റെ നേതാവായ ഇവിടുത്തെ ഷാജി എന്താണ് എക്സ് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ തരംതാണ രീതിയിൽ ആണ് എക്സ് മുസ്ലിങ്ങളെ അദ്ദേഹം പോലും അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതായത് ഇസ്ലാം മതത്തിലെ പൊള്ളത്തരം മനസ്സിലാക്കി പുറത്തു വരുന്ന ഒരു കൂട്ടം ആളുകളെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്നും കൂടി ആലോചിക്കുക. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പോ ഞാൻ പറയുക, ഈ സിനിമ ഇവിടെ കാണണം, എല്ലാവരും കാണേണ്ടത് തന്നെയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ലവ് ജിഹാദ്, അതേപോലെ 32,000, അതിനെക്കുറിച്ച് ഞാൻ ശേഷം പറയാം. അതിനു മുന്നേ അതെല്ലാം മാറ്റി വെച്ചാൽ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ ആദ്യം കാണണം, ഇതിനാരും ഭയക്കേണ്ടതില്ല. ഇത് ഇവിടെ പറഞ്ഞ പോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം മാത്രമാണ്. അത് മാത്രമല്ല, ഇനി നമുക്ക് ട്രാൻസ് പോലെയുള്ള, അതല്ലെങ്കിൽ മറ്റനേകം ഇതേപോലുള്ള സന്യാസിമാരെയും അതല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിമാരെയൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിനെയും ഇതേപോലെ എടുത്തിട്ട് അമ്മാനമാടുന്ന കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. അതിനുള്ള ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇത് എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ മദ്രസ പീഡനം പ്രമേയമാക്കിയിട്ടുള്ള സിനിമകൾ ഇവിടെ വരും. മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ ദിനേന എന്നോണം നടക്കുന്നു. ഓരോ മാസവും ഞാൻ അത് റിപ്പോർട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ കയറി അറിയാം. എപ്പിസോഡ് കണക്കിന് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. 2023 മാത്രം, 2022 മാത്രം നടന്നിരിക്കുന്നത് 35-45 കേസുകളാണ് മദ്രസ പീഡനം. അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ മദ്രസകളിൽ ഒതുക്കപ്പെടുന്നത് എത്ര വേറെ ഉണ്ട് അവിടെ. അപ്പൊ അതേപോലെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും, ഇവിടുത്തെ വഷള് പരമ്പര, അതായത് ഓരോ അബദ്ധങ്ങൾ വിളിച്ചു പോകുന്നു, സ്ത്രീ വിരുദ്ധത വിളിച്ചു പറയുന്നത്, അതടക്കമുള്ള കാര്യങ്ങൾ ഇനി സിനിമയാകും. അതേപോലെ മലദ്വാർ ഗോൾഡ്, അത് സിനിമയാകും. അന്നൊന്നും ഇതേപോലെ കടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇത് കാണുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് എന്തോ ഞങ്ങൾ ഇങ്ങനെയാണോ എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ളത് സ്വയം ചോദിക്കുക. കാരണം നമ്മൾ പറയാറുണ്ട്, ഈ കിണ്ണം കട്ടവന്റെ തലയിൽ പൂട ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തലയിൽ സ്വയം തപ്പുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ജാക്കിർ നായിക്കിനെ കുറിച്ച് സിനിമ വരും, മഅദനിയെ കുറിച്ച് ഇവിടെ സിനിമ വരും. ആ വരുന്ന സമയത്തും ഇതേപോലെ ഇത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന, ഇത് വർഗീയത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാം മതത്തിന്റെ ഉള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന
ഭീകരവാദ പ്രവർത്തനങ്ങളെയും അതിലെ തീർച്ചയായിട്ടും ദുഷ്പ്രവണതകളെയുമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അത് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. കോടതി നിരീക്ഷിച്ചു എന്നുള്ള ഒരു ഉറച്ച ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാനിത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അല്ലെങ്കിൽ എന്നെ എല്ലാവരും കൂടി വീണ്ടും സംഖ്യയാക്കുക. ഓൾറെഡി സംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമ അത് ഇവിടെ പറഞ്ഞു എന്താണ്, നിങ്ങൾ ഒന്നുകിൽ സിനിമയാണെന്ന് തീരുമാനിക്കുക, അതല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആണെന്ന് തീരുമാനിക്കുക എന്ന് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് ആദ്യം അത് പറഞ്ഞ ആളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. ഇത് സിനിമയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനാണ് ഈ കോലാഹലം? അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അത് ഭീകരവാദത്തിനെതിരെയാണ്, മുസ്ലിങ്ങൾക്കെതിരെ അല്ല. കോടതി പറഞ്ഞത് ഇസ്ലാമിനെതിരെയല്ല. ഞാൻ കോടതിയും തിരുത്തുകയാണ്. ഇസ്ലാമിനെതിരെ എന്നല്ല പറയേണ്ടത്, മുസ്ലിങ്ങൾക്കെതിരെ അല്ല എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ഇത് ഇസ്ലാമിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ആ സിനിമ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ മുസ്ലിം ലീഗിന്റെ വക്താവിനോട് ചോദിക്കണം, ആ സിനിമയിൽ അനിസ്ലാമികമായിട്ടുള്ളത് എന്താണ് അതിനകത്ത് കാണിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാലും മതി. രണ്ട് കാര്യം.